ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കണം. എന്നിട്ട് അതിനെ മാറ്റി വെക്കുക. അതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കോൺഫ്ലോർ ഇട്ടതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ അതിനെ മാറ്റി വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ അല്പം കുക്കിംഗ് ഓയിലെടുത്ത് അതിനകത്ത് ഈ കോളിഫ്ലവർ ഇട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അതേസമയം വേറൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിനകത്ത് ചില്ലി, നമ്മളെ ഉണക്കമുളക് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഫ്ലേക്സ് ആക്കി വെക്കുക. കോളിഫ്ലവർ ആയിട്ടുണ്ട്, അതെടുത്ത് മാറ്റാം. ഇനി ക്യാപ്സിക്കം, വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇവ കട്ട് ചെയ്ത് വെച്ചതിൽ ആ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഒരു ചട്ടിയിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള അതിടുക. അതിട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ അതേസമയം അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോയാ സോസാണ്. സോയാ സോസ് അല്പം കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിനകത്തോട്ട് ഇടുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച റെഡിയാക്കി വെച്ച ഫ്ലേക്സ് അതിനകത്തോട്ട് ഇടുക. ചില്ലി ഫ്ലേക്സ്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെ ഗോബി മഞ്ചൂരിയൻ വിത്ത് ചില്ലി ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.